ഒരിക്കലും തന്നെ ദൈവം അനുവദിക്കയില്ല. ഇന്നല്ലാഹ, ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു തആല അനുവദിക്കയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഖുർആനിലുള്ള വാചകങ്ങളെ ഞാൻ പറയുന്നത്. ദൈവം അവന് പങ്കു ചേർക്കുന്ന അനുവദിക്കയില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിട്ടു നിൽക്കുന്നത്, അല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളും നിങ്ങളുമായിട്ട് മാറി നിൽക്കല്ല, നമ്മളായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. നടന്ന ഒരു ചർച്ചയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM ഷാജി പറഞ്ഞത് നിലവിളക്ക് കൊളുത്തുന്നതിൽ വിശ്വാസപരമായി തെറ്റില്ലെന്നാണ്. ഞാനൊരു മുസ്ലിമാണ്, ഒരു തികഞ്ഞ വിശ്വാസിയാണ്, ഞാൻ പൂർണ്ണമായ ഒരു വിശ്വാസിയാണ്. പക്ഷെ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്. എന്നോട് എന്റെ പാർട്ടി കത്തിക്കരുത് പറഞ്ഞിട്ടില്ല. വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് അബ്ദുറബിന് അവകാശമുള്ള പോലെ തന്നെ VT ബൽറാം പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കാനുള്ള മമ്മൂട്ടിക്ക് അവകാശമുണ്ട്. ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഞങ്ങൾ ലീഗിൽ പലരും കത്തിക്കാറുണ്ട്. ആരാ പാർട്ടി പറഞ്ഞിരുന്നു കത്തിക്കരുതെന്ന്? അത് ഓരോരുത്തരുടെ കാര്യമാണ്. ഷാജിയുടെ നിലപാടിനെ തള്ളിയ ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ നിലവിളക്ക് കൊളുത്തില്ലെന്നത് പാർട്ടിയുടെ നിലപാടാണെന്ന് വിശദീകരിച്ചു. ഞങ്ങൾ നിലവിളക്ക് കൊളുത്താറില്ല, അതാണ് ആ കാര്യത്തിലുള്ള സമീപനം. എന്നാൽ മുസ്ലിം ലീഗ് അത്തരമൊരു നിലപാട് എടുത്തിട്ടില്ലെന്നായിരുന്നു മന്ത്രി MK മുനീറിന്റെ പ്രതികരണം. അത് എല്ലാവരുടെയും വ്യക്തിപരമായ വിഷയമാണ്. ഇതിന് പാർട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നും തോന്നില്ല, കത്തിക്കണോ കത്തിക്കണ്ടേ എന്നുള്ളത് സംബന്ധിച്ച്. കത്തിക്കരുത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല, കത്തിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. നിലവിളക്ക് കൊളുത്തുന്നതിൽ വിശ്വാസപരമായി തെറ്റില്ലെന്ന നിലപാടെടുത്ത ലീഗ് നേതാക്കൾക്കെതിരെ സമസ്ത അടക്കമുള്ള മതസംഘടനകൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഒരു ചടങ്ങിലും ഇനിയും നിലവിളക്ക് കൊളുത്തില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. തന്റെ മുൻഗാമികളായ CH ഇസ്ഹാഖുരിക്കളും നിലവിളക്ക് കത്തിച്ചിരുന്നില്ല. ആ പാരമ്പര്യമാണ് താനും പിന്തുടരുന്നതെന്ന് അബ്ദുറബ്ബ് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ താൻ ഒറ്റപ്പെട്ടെന്ന ആരോപണം ശരിയല്ലെന്നും അബ്ദുറബ്ബ് കോഴിക്കോട് പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ടില്ലല്ലോ. ഞാൻ എന്താണ് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. എനിക്കതിൽ ഒറ്റപ്പെടുന്ന പ്രശ്നമില്ല. ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിലവിളക്ക് കത്തിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ ഒറ്റപ്പെടുന്ന പ്രശ്നം വരുന്നില്ല. അത് അവർക്ക് പറയാം, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ പറഞ്ഞതിനുള്ള മറുപടി അവരോട് ചോദിക്കുക, ഞാൻ പറഞ്ഞതിനുള്ള മറുപടി എന്നോട് ചോദിക്കുക. അതായത് നിങ്ങൾ പാർട്ടി നേതൃത്വത്തിനോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല. അല്ല, അത് ചേരുമ്പോൾ അവരെന്താണ് പറയുന്നത് നോക്കാം. നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമികമാണെന്ന ഒരുപക്ഷം മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാട് ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുത്താൻ മടിച്ചപ്പോൾ KN ഖാദർ MLA വിളക്ക് കൊളുത്തി അതിന് മറുപടി നൽകിയിരിക്കുന്നു. നിലവിളക്ക് ഇസ്ലാമിന് നിഷിദ്ധമോ? നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമികമോ? ഇതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ നേരത്തെയും മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച വിദ്യാഭ്യാസ മന്ത്രിയെ മമ്മൂട്ടി ഉപദേശിച്ചു. മുസ്ലിം ലീഗ് ഇത്തരം വിശ്വാസങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. നിലവിളക്ക് കൊളുത്തൽ ഏതെങ്കിലും മതത്തിൻ്റെ ആചാരമല്ല, മതാചാരപ്രകാരം ജീവിക്കുന്നയാളാണ് താനെന്നും മമ്മൂട്ടി മന്ത്രിയോട് പറഞ്ഞു. ഉദ്ഘാടകനായ PJ കുര്യനും മമ്മൂട്ടിയെ പിന്തുണച്ചു. TN പണിക്കരുടെ ഒരു അനുസ്മരണ യോഗത്തിൽ വെച്ച് അത് മമ്മൂട്ടി അത് ചെയ്തു. ആരും അതിനെ വിമർശിക്കാൻ പോകുന്നില്ല, അത് മമ്മൂട്ടിയുടെ ഇഷ്ടമാണ്. പക്ഷേ അബ്ദുറബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അത് ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് അബ്ദുറബ്ബ് ചെയ്യുന്നില്ല? മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കരുത്. ഞാൻ നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, മതാനുഷ്ഠാനങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഇതും ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ പറയുന്നത് മാതിരിയാണ്. ഞാൻ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാറുണ്ട്, കുട്ടികളെ പോറ്റാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഞാൻ ഭാര്യ പിടിച്ച് 4 കൊടുക്കാറുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഈ തരത്തിൽ പെരുമാറുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം ചീത്തയാണ്. കാരണം ആളുകളുടെ ഇടയിൽ മാനസികമായ ഒരു വിഭജനം ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര ചെറിയ കാര്യത്തിൽ പോലും ഈ തരത്തിലുള്ള മതമൗലികവാദികളെ തൃപ്തിപ്പെടുന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ, സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിലവിളക്ക് കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടില്ല. നേരെ മറിച്ച് മറ്റൊരു സമുദായത്തിൽ അതുണ്ട്. അപ്പോൾ അതാ സമുദായത്തിൻ്റെ സാംസ്കാരിക പൈതൃകമോ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമോ ആചാരമോ പിന്തുടരുക എന്ന ഒരു വിലയിരുത്തലാണ് അതിന് വരിക. അതുകൊണ്ട് അത് ഇസ്ലാമികമായി ആശാസ്യമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നിലവിളക്ക് എന്ന് പറയുന്നത് അത് പ്രകാശത്തിൻ്റെ ഒരു പ്രതീകമാണ്. എല്ലാ മതങ്ങളും വെളിച്ചത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാം മതം വളരെ വ്യക്തമായി ദൈവത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അല്ലാഹു നൂറു സമാവാതി വൽ അർദ്.
കേരളത്തിലെ ആദ്യമായിട്ട് മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി മതപാഠശാലകൾ പള്ളിയിൽ തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ ഒരു ദർസ് എന്നാണ് അതിന് പറയുക, പള്ളി പാഠശാല. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ഒരു ഋഷിവര്യനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. അദ്ദേഹമാണ് ആദ്യം ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നിലവിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ചേരമാൻ മസ്ജിദാണ്. അവിടെ അകത്തളത്തിൽ നിലവിളക്കുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് പൊന്നാനി പഴയ പള്ളിയാണ്. അതിനകത്ത് ഒരു നിലവിളക്ക് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പഴയ ഏർപ്പാട് എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിളക്കിൽ തിരിതെളിയിച്ച് ഇരിക്കുമ്പോൾ ഉസ്താദിനടുത്തിരുന്ന് കിതാബ് നോക്കാനായാൽ പഠിപ്പ് പൂർത്തിയായിന്നാ. അതിന് പറയുന്ന പേര് തന്നെ വിളക്കത്തിരിക്കാന്നാ. പൊന്നാനിയിലെയും കൊടുങ്ങല്ലൂരിലെയും മറ്റും പള്ളികളിൽ വളരെ കാലങ്ങളായി ദീപം കൊളുത്തുന്നുണ്ട്. എടുത്ത് പുറത്തേക്ക് എറിയണം, അത് കത്തിക്കാൻ പാടില്ല. അത് ജാറങ്ങളിലെയും പള്ളികളിലെയും പ്രത്യേകിച്ച് പുരാതന കാലങ്ങളിൽ പള്ളികളിൽ അത് പരമ്പരാഗതമായി നടത്തപ്പെട്ടു വന്നിരുന്നതാണ്. അത് പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പ്രഭാതം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമസ്കാരം തുടങ്ങുമ്പോഴോ ചെയ്യുക എന്നൊരു രീതി നിലവിലുണ്ടായിരുന്നില്ല. അവിടെ അന്ധകാരം നീക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി എന്ന നിലക്ക് മാത്രമാണ് അവിടെ വിളക്ക് കത്തിച്ചിരുന്നത്. ചില മുസ്ലിം ലീഗ് നേതാക്കളും മന്ത്രിമാരും പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്താത്തതിനെ ചൊല്ലിയും തുറന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. ലീഗ് MLA KN ഖാദർ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെ തന്റെ ഭാഗം ന്യായീകരിച്ചു. മുമ്പൊരിക്കൽ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ യോഗത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും നിലവിളക്ക് കൊളുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലെന്ന് ജനറൽ സെക്രട്ടറി KPA മജീദും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും സമുദായത്തെ ഒരു വർഗീയമായി ചിന്തിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. കാരണം സാമുദായികത എന്ന് പറയുന്നത് എല്ലാവരുടെ മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാകണം. പക്ഷെ ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത് ഇതിനെ ഈ സമുദായത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് ഇത്തരം ചെറിയ ചെറിയ തുരുപ്പുഷീറ്റുകൾ അവർ കൊണ്ടുവരികയാണ്. ആ ഉദ്ഘാടനം അനിസ്ലാമികാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗ് മന്ത്രിമാരോ പുത്തമ്പള്ളി ജാറത്തിലെ നിലവിളക്ക് അനിസ്ലാമിക എന്ന് പറയോ? ഇല്ലല്ലോ. പള്ളികളിലോ ജാറങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ അറയ്ക്കൽ തറവാട്ടിലോ ഉള്ള നിലവിളക്ക് അനിസ്ലാമികമാണ് എന്നിവർ പറയില്ല. മറ്റൊരു മതത്തിന്റെ കാഴ്ചപ്പാടിൽ പുണ്യമായി കരുതപ്പെടുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇയാൾ ഉദ്ഘാടനം ചെയ്തുകൂടൂ എന്ന് മറുപക്ഷം വാശി പിടിക്കുന്നത് ശരിയല്ല. ഓരോരുത്തരും അവനവൻ്റെ മതവിശ്വാസം അനുസരിച്ചും കാഴ്ചപ്പാടനുസരിച്ചും ഓരോ കാര്യങ്ങളും ചെയ്യാം. ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഷട്ടർ പൊന്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വാതിൽ തുറക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിൽ നിലവിളക്ക് കൊടുത്തൽ അനിവാര്യ ഘടകമല്ല. അതുപോലെ തന്നെ പിന്നെ വേറൊരാൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ ബൈബിൾ മറിച്ച് തുടങ്ങാവൂ എന്നില്ല. അവിടെ വാതിൽ തുറക്കലോ ഷട്ടർ പൊന്തിക്കലോ ആണ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതിന് വേണ്ടത്. അതിൽ മന്ത്രി നിസ്സഹകരിക്കുകയാണെങ്കിൽ മൂപ്പരയിൽ പങ്കെടുപ്പിക്കാതിരിക്കണം. ഇവിടുത്തെ സവർണ ആചാരങ്ങൾ ഓരോന്നോരോന്നായി ഔദ്യോഗികമായ സർക്കാരിൻ്റെ എല്ലാവിധ സംഗതികളും അതിനനുസൃതമായ ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആയുധ പൂജ, ആയുധങ്ങൾ മനുഷ്യനുണ്ടാക്കുന്നതാണ്. കൊല്ലനാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. കൊല്ലനെ നമ്മൾ ആരാധിക്കുന്നില്ല, ആയുധങ്ങളെ ആരാധിക്കുന്നു. തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചത്തിന്റെ നാഥന്റെ എല്ലാ കൽപ്പനകളെയും മാനിക്കലാണ് മതഭക്തി എന്ന് പറയുന്നത്. അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ പോലും ഇസ്ലാം ഗൗരവമായി വിലക്കിയിട്ടുള്ള ഒരു മതം. ആ അന്യ സ്ത്രീയുമായിട്ട് അതുപോലെ തന്നെ ഇടപെടുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാള് അയാൾ മുസ്ലിമല്ലേ? അത് ഓരോരുത്തർക്കും അതിനനുസരിച്ച് ചെയ്യാം. ആരും ആരെയും നിർബന്ധിക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് മതചിഹ്നങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള CPM നേതാവായിരുന്നു EMS എന്നും പാർട്ടി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിക്ക് മറുപടിയുമായി ഹുസൈൻ സലഫി പറഞ്ഞു. ആ വിളക്ക് കൊളുത്തുന്ന വേറൊരു വിളക്ക് മാത്രമല്ല ഉണ്ടല്ലോ, അവിടെ മാലുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും, തേങ്ങുണ്ട്, മലരുണ്ട്, നിറവറയുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? അപ്പൊ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് മുമ്പ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, സർക്കാർ പ്രോഗ്രാമുകളിൽ നിന്നെങ്കിലും മതചിഹ്നങ്ങൾ എടുത്തു മാറ്റിയാൽ നിലവിളക്ക് ഉടനെ അപ്രത്യക്ഷമായിക്കൊള്ളും. മതേതര ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസത്തെ പറയാനും അത് കാത്തു സൂക്ഷിക്കാനും അത് പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നാടമുറുക്കൽ പോലെയല്ല വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനം. മനസ്സിലാണ് ആരാധനാഭാവം ഉണ്ടാകേണ്ടത്. അതിനാൽ മന്ത്രിക്ക് വിളക്ക് കൊളുത്താതെ മാറി നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നടൻ അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മുജാഹിദ് വിഭാഗം നേതാവ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഒരു മന്ത്രി അത് നിരാകരിച്ചതിനെ അദ്ദേഹം ചോദ്യം ചെയ്തുവെന്നാണ്. ചോദ്യം ചെയ്യലും പാടില്ല, ഒരാളെ നിർബന്ധിക്കാനും പാടില്ല. അദ്ദേഹത്തിന് അത് കത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ കത്തിക്കുന്നത് തന്റെ വിശ്വാസത്തിന് ഹാനികരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്.
സംശയ നിവാരണം ചോദ്യം: മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അതോടൊപ്പം തന്നെ അതിൻ്റെ കിതാബിൻ്റെ ഇബാറത്ത് കൂടെ ലഭിച്ചാൽ വളരെ ഉപകാരമായിരുന്നു എന്നും കൂടെയുണ്ട്. അതിൻ്റെ മറുപടി: നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആചാരമാണ്. ഹൈന്ദവ ആചാരമായാലും ക്രൈസ്തവ ആചാരമായാലും ജൂതന്മാരുടെ ആചാരമായാലും മറ്റു ഏത് മതസ്ഥരുടെ ആചാരമായാലും മറ്റു മതസ്ഥരുടെ ആചാരമായ ഒരു കാര്യം ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അതിൻ്റെ വിധി എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഫതാവൽ കുബറയുടെ 4239 പറയുന്നുണ്ട്, ഇങ്ങനെ അമുസ്ലിമീങ്ങളുടെ ആചാരം ഒരാൾ ചെയ്യുന്നത് അത് അവരുടെ അവിശ്വാസത്തിൽ അവരോട് സാദൃശ്യപ്പെടുക, അവിശ്വാസത്തിൽ അവരെ പോലെയാവുക എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, അത് കുഫറാണ്, ഒരിക്കലും പാടില്ല. ഇനി ഈ ചെയ്തത് അവരോടുള്ള അവിശ്വാസത്തിൽ അവരെ പോലെയാവുക എന്നുള്ള നിലക്കല്ല, ആ ഉദ്ദേശത്തോടെയല്ല, കേവലം അവരുടെ ഒരു സന്തോഷത്തിൽ ഒരാഘോഷത്തിൽ അവരെ പോലെ സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് പാടില്ല, അത് കുറ്റം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. ഇനി ഈ രണ്ട് ഉദ്ദേശവും ഇല്ല, അതായത് അവരോടുള്ള അവിശ്വാസത്തിൽ അവരെ പോലെ ആവലോ, അതല്ല അവരുടെ ആഘോഷത്തിൽ അവരെ പോലെ ആവലോ, അവരെ പോലെ ആഘോഷിക്കലോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നും തന്നെ ഉദ്ദേശിക്കാതെ ഒരു കാര്യം ചെയ്താൽ ഫലാ ശൈഅ അലൈഹി, കാഫിറാവുകയുമില്ല, കുറ്റം കിട്ടുന്ന കാര്യവും അല്ല. ഇതാണ് അതിനെക്കുറിച്ച്. അപ്പോൾ അത് അനുവദനീയമാണ് എന്ന് പറയാം. അപ്പോൾ അത് അനുവദനീയമാണ്. അപ്പോൾ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് കാഫിര്യങ്ങളുടെ അവിശ്വാസത്തിൽ സാദൃശ്യമാവുക എന്നുള്ള നിലക്കോ അവരുടെ ആഘോഷത്തിൽ പങ്കുചേരുക എന്നുള്ള നിലക്കോ അല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസഫി ഇസ്മായിലുൽ ഹിഖി റളിയല്ലാഹു തആല അൻഹു തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ മക്ബറകളെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗങ്ങളായി ഈ കാര്യം മക്ബറകളിൽ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് അനുവദനീയമായ കാര്യമാണ് എന്നും ഇത് മഹാന്മാരുടെ മക്ബറകളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നും പറയാം. ഇനി വിളക്ക് കൊളുത്തുന്നതിന് കൂട്ടെണ്ണ, അതായത് നെയ്യ്, നല്ലെണ്ണ, ഇലുപ്പ എണ്ണ, വേപ്പെണ്ണ, അതോടൊപ്പം തന്നെ തേങ്ങയാട്ടിയ ആ ഒരു എണ്ണ, ഇത്തരത്തിലുള്ള 5 എണ്ണകൾ ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ആ ഒരു കൂട്ടെണ്ണ നമ്മൾ വിളക്ക് തെളിക്കാനായിട്ട് ഉപയോഗിക്കുമെങ്കിൽ സകല ദേവീ ദേവന്മാരുടെയും അനുഗ്രഹവും വാസവും നമ്മുടെ ഗൃഹത്തിലുണ്ടാകും. മാത്രമല്ല നമ്മുടെ കുടുംബ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസും നമ്മുടെ ഗൃഹത്തിലുണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ വിളക്ക് തെളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ എണ്ണകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ എല്ലാവരുടെ വീടുകളിൽ ചൊവ്വ, വെള്ളി ദിനങ്ങളിൽ മാത്രമാണ് വിളക്ക് കൊളുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് വിളക്ക് തെളിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയായ നടപടിയല്ല. എല്ലാ ദിവസവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചിരിക്കണം. തത്ഫലമായി അഷ്ടലക്ഷ്മികളും സകലവിധമായ സൗഭാഗ്യങ്ങളും സർവദേവതാ അനുഗ്രഹവും ഗൃഹ ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ കൈവരുന്നത്.